ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെ ഉന്നം വെച്ചുകൊണ്ട് എന്തിനാണ് CPM-കാർ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്നുള്ള ചോദ്യം. ഈ പറയുന്ന ഗോവിന്ദൻ മാഷിന് മകന് എതിരായി ഉയർന്നു വന്ന ഒരു ആരോപണത്തെ ചുറ്റിപ്പറ്റിയായിരുന്നുവെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തെരഞ്ഞെടുത്തത് എങ്കിൽ വേറെ ഏതൊക്കെ നേതാക്കന്മാരുണ്ടായിരുന്നു? കോൺഗ്രസിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുമായിരുന്ന എന്തിനേറെ VD സതീശൻ തന്നെ ഉണ്ടായിരുന്നില്ലേ? ആ VD സതീശനെതിരായിട്ടൊരു ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ അധികം പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാകുമായിരുന്നു. ഈ പറയുന്ന MV ഗോവിന്ദൻ മാഷിന്റെ മകനെതിരായി ഉയർന്നു വന്ന ആ പരാതി ഈ പറയുന്ന ശമിക്കുകയും ചെയ്തേനെ. ഈ നിലവിലത്തെ ഒരവസ്ഥ പോലെ തന്നെ ആയിപ്പോയേനെ. പക്ഷെ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ പോയത്? ഇനി ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെങ്കിൽ ഈ നേരിട്ട് പരാതി തന്നു എന്ന് പറയുന്ന പല യുവതികളും, അതായത് 3 പീഡന പരാതികളാണ് നിയമപരമായി ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ 3 പരാതികളിലും പെട്ട സ്ത്രീകൾക്ക് എന്താണ് ഇതിനകത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ തകർക്കേണ്ടതായ ഒരു പൊളിറ്റിക്കൽ ഇൻറ്റൻഷൻ എന്നുള്ളതിനെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോടൊരു ചോദ്യം ഉണ്ടായില്ല. അത് വിശദീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറായിട്ടുമില്ല. ഇതും ഈ 3 പേരും, അതായത് 1, 2, 3 പരാതിക്കാരികൾക്ക് രാഹുൽ മാങ്കൂട്ടവുമായി മറ്റൊരു തരത്തിലും രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ തകർക്കേണ്ടത് ഈ പറയുന്ന സ്ത്രീകളുടെ ഈ 3 അതിജീവിതമാരുടെയും ഉദ്ദേശങ്ങളിൽ പെടുന്നതേയല്ല.